അലസസുന്ദരം അനായാസം വിജയത്തിലേക്ക് കുതിച്ചു കയറിക്കൊണ്ടിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന്റെ റണ്ണൊഴുക്കിന് സ്മൂത്ത്നെസ്സിന് തടയിട്ടതാര്? അവൻ പേര് വിഘ്നേഷ് പുത്തൂർ. പെരിന്തൽമണ്ണയുടെ പുത്തൂരിന്റെ പുത്രൻ. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസ് തകർന്നടിയുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി രക്ഷകനായി അവതരിച്ചുകൊണ്ട് ഡ്രീം ഡെബ്യൂ തന്നെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വിഘ്നേഷ് പുത്തൂർ എന്ന താരോദയത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് ഒരുത്തനും ടിക്കറ്റ് എടുത്ത് പുറപ്പെടേണ്ട, സ്റ്റാറ്റസും എഴുതാൻ വരുകണ്ട. കാരണം കേരള ക്രിക്കറ്റ് അസോസിയേഷന് അവനെ വളർത്തിയെടുത്തതിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്ന് പ്രത്യേകം എടുത്തെടുത്ത് പറയണം വിഘ്നേഷ് പുത്തൂർ എന്ന മലയാളി പെരിന്തൽമണ്ണക്കാരൻ പയ്യന്റെ കഥ പറയുമ്പോൾ. മുംബൈ ഇന്ത്യൻസിന്റെ കണ്ടെത്തൽ തന്നെയാണ്. കേരളത്തിന് വേണ്ടി ഒരു മത്സരം പോലും അവൻ സീനിയർ ടീമിൽ കളിച്ചിട്ടില്ല. ഇവിടുത്തെ പലതരത്തിലുള്ള സെലക്ഷൻ പ്രൊസീജിയേഴ്സ് കൊണ്ട് തന്നെയാണ് വിഘ്നേഷ് പുത്തൂറിന് സീനിയർ ടീമിൽ കളിക്കാൻ ഇടം കിട്ടാതിരുന്നത്. ഏതായാലും ലീഗ് മാച്ചസിലെ പ്രകടനം കണ്ട് ഇംപ്രസ്ഡ് ആയിട്ട് മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റ് അവനെ കണ്ണുവെച്ച് കൊണ്ടുപോയി. ഇതുപോലെ കൊണ്ടുപോയ രണ്ട് പയ്യന്മാരുടെ കഥ ഇപ്പോഴും നിത അംബാനി പറയുന്നുണ്ട്, ഹാർദിക്കും കൃണാലും. അവർക്കൊപ്പം തന്നെ ഒരുപക്ഷെ നാളെ ചേർത്ത് വെച്ച് വാഴ്ത്തിപ്പാടേണ്ട പേരുകളിൽ ഒന്നായിരിക്കും ഡ്രീം ഡെബ്യൂ സ്വന്തമാക്കിയ ഈ ഒരു മലയാളി പയ്യന്റേത്. കേരളത്തിന് വേണ്ടി സീനിയർ ടീമിൽ ഒരു മത്സരം പോലും കളിച്ചിട്ടില്ലാത്ത വിഘ്നേഷ് പുത്തൂറിനെ ലീഗ് മത്സരങ്ങളിൽ നിന്നുമാണ് മുംബൈ ഇന്ത്യൻസ് കണ്ടെത്തിയത്. അവിടെ നിന്ന് കണ്ടെത്തി നേരെ അവനെ പ്ലെയിനിൽ സൗത്ത് ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു മുംബൈ മാനേജ്മെന്റ് ചെയ്തത്. സൗത്ത് ആഫ്രിക്കയിൽ അവന് മെച്ചപ്പെട്ട പരിശീലനം അവർ നൽകി. സൗത്ത് ആഫ്രിക്കൻ എക്സ്പീരിയൻസ് കൊണ്ട് അവൻ ഒരു രാഗി മിനുസപ്പെടുത്തി മൂർച്ചയേറിയ ഒരു വജ്രായുധമായി മാറി. അത് ആദ്യ മത്സരത്തിൽ തന്നെ തെളിയിക്കുകയായിരുന്നു. ആദ്യ ഓവറിൽ ഋതുരാജിന്റെ വിക്കറ്റ് എടുക്കുന്നു, രണ്ടാമത്തെ ഓവറിൽ ദുബൈയുടെ വിക്കറ്റ് എടുക്കുന്നു, മൂന്നാമത്തെ ഓവറിൽ ഹൂഡയുടെ വിക്കറ്റ് എടുക്കുന്നു. വരുമ്പോഴും പോകുമ്പോഴും എല്ലാം വിക്കറ്റ് എടുത്തുകൊണ്ടേയിരിക്കുന്നു. 3 ഓവറുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 17 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് വിഘ്നേഷ് പുത്തൂർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു 6 പോയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി താഴുമായിരുന്നു അദ്ദേഹത്തിന്റെ ഇക്കോണമി റേറ്റ്. ഏതായാലും മുംബൈ ഇന്ത്യൻസ് തകർന്നടിയുന്ന സാഹചര്യത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് ചെപ്പോക്കിൽ റണ്ണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ പറദീസയിൽ ചെന്നൈയുടെ മടയിൽ കേടി വെട്ടാൻ ചെന്നൈക്ക് ചെക്ക് വെച്ച മുംബൈയുടെ പോരാളി ഒരു മലയാളിയാണ്. തൽക്കാലം ആ മലയാളിയുടെ പോരാട്ടത്തിന് നമുക്ക് വാഴ്ത്താം. ക്രെഡിറ്റ് കൊടുക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വരും, അല്ലെങ്കിൽ ക്രെഡിറ്റ് എടുക്കാൻ വരും. സ്റ്റാറ്റസും എഴുതാൻ കുറെ ആളുകൾ പൊളിറ്റിക്സും കൊണ്ടുവരും. പക്ഷേ അവർക്കൊന്നും ഒരു ക്രെഡിറ്റും കൊടുക്കേണ്ട കാര്യമില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഈ താരത്തിന്റെ വളർച്ചയിൽ വലിയ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പം വേറെ വല്ല പങ്കുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു ഡ്രീം ഡെബ്യൂവിന്റെ കാര്യത്തിൽ വിഘ്നേഷ് പുത്തൂറിനെ ഡയറക്റ്റ് മുംബൈ ഇന്ത്യൻസ് പിക്ക് ചെയ്ത് സൗത്ത് ആഫ്രിക്കയിൽ കൊണ്ടുപോയി പരിശീലിപ്പിച്ച് എടുത്ത വിത്താണ് ഇവൻ ഇനി ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു വൻമരമായിട്ട് വളർന്നു വരട്ടെ. അനന്തപത്മനാഭനെ പോലെയുള്ള ഒരുപാട് പ്രതിഭാശാലികളായിട്ടുള്ള സ്പിൻ ബോളർമാർ കേരളത്തിൽ നിന്നും മുരടിച്ചു പോയിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഇവൻ വരില്ല എന്ന് പ്രതീക്ഷിക്കാം. കാരണം മുംബൈയിലെത്തി ഇനി വിഘ്നേഷ് പുത്തൂർ രക്ഷപ്പെടും എന്ന് തന്നെ വിശ്വസിക്കാം. ഏതായാലും കേരളത്തിന്റെ സീനിയർ മത്സരങ്ങളൊന്നും കളിക്കാതെ IPL ഒരു സ്വപ്ന തുല്യമായ തുടക്കം തന്നെ കുറിച്ചു. കാരണം മുംബൈ ഇന്ത്യൻസിന്റെ ബോളർമാർ എല്ലാവരും അടിവാങ്ങുന്ന സാഹചര്യത്തിൽ ചെന്നൈ ജയിക്കാൻ തന്നെയാണ് ചാൻസ്. പക്ഷേ ചെന്നൈയുടെ ബാറ്റർമാരെ അല്പമെങ്കിലും വെള്ളം കുടിപ്പിച്ചത്, വിയർപ്പിച്ചത് ഈ മലയാളി തന്നെയാണ്. വിഘ്നേഷ് പുത്തൂർ എന്ന പെരിന്തൽമണ്ണക്കാരന്റെ പേര് കേരള ക്രിക്കറ്റിന്റെ, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്താളുകളിൽ സുവർണ ലിപികളാൽ എഴുതി വെക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയൊക്കെ നടക്കട്ടെ.